ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് വചനം മാംസമായ ദൈവത്തെയാണ്. എന്നാൽ ആ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് എന്നത് അതിശയകരമായ ഒരു സത്യമാണ്. മാനുഷികമായ സ്പന്ദനങ്ങളുള്ള, സ്നേഹിക്കാൻ വെമ്പുന്ന, വേദനിക്കുന്നവരോട് കരുണയുള്ള ഒരു അമ്മയെപ്പോലുള്ള ഹൃദയം. കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അവിടുത്തെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് ഈ ഹൃദയം മനുഷ്യവർഗത്തിനായി പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ തെളിവാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രഭാവമാണ് ഈശോയുടെ തിരുഹൃദയം. സംഘർഷങ്ങളും സ്വാർത്ഥതയും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ഈ ലോകത്ത് പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയും തിരസ്കരണവുമാണ്. വിധി പറയുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ വേദനകളിൽ പങ്കുചേരാനും ഈശോയുടെ ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു. നിരുപാധികമായ സ്നേഹത്തിൻ്റെ പാഠമാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് പകർന്നു നൽകുന്നത്. ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും മൂർത്തീഭാവമാണ് ഈശോയുടെ തിരുഹൃദയം. മനസ്സിൽ പകയും വെറുപ്പും സൂക്ഷിക്കുന്നവർക്ക് ശാന്തി എന്നത് വിദൂര സ്വപ്നമാണ്. മുറിവേൽപ്പിച്ചവരെ പോലും സ്നേഹിക്കാൻ തയ്യാറായ ഈശോയുടെ ഹൃദയം വിദ്വേഷത്തിൻ്റെ മതിലുകൾ തകർത്ത് അനുരഞ്ജനത്തിൻ്റെ പാലങ്ങൾ പണിയാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിനയത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും പ്രതിരൂപമാണ് ഈശോയുടെ തിരുഹൃദയം. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന ഈ കാലത്ത് ശാന്തവും വിനീതവുമായ ഹൃദയമുള്ളവനായിരിക്കുക എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം മറ്റുള്ളവരെ സേവിക്കാനും താഴ്മയോടെ പെരുമാറാനും നമ്മെ വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയം എന്നത് വെറുമൊരു ഭക്തിയല്ല, അത് നാം അനുവർത്തിക്കേണ്ട ഒരു ജീവിതചര്യയാണ്. കഠിനമായ മനുഷ്യഹൃദയങ്ങളെ സ്നേഹത്തിൻ്റെ മാധുര്യത്താൽ ആർദ്രമാക്കുവാനും ഇരുൾ നിറഞ്ഞ ലോകത്ത് പ്രകാശമായി മാറുവാനും ഈശോയുടെ ഹൃദയം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും പ്രാർത്ഥനാശംസകൾ.